Good afternoon, Miss. Good afternoon. മിസ്സേ ഒച്ച കുറവാ. ഒച്ച കുറവ്. എന്താണ്? സൗണ്ട് കുറവാ. മൈക്ക് ഒന്ന് അടുപ്പിച്ചു പിടിക്കോ? ബാക്കിയുള്ളവരെല്ലാം എങ്ങോട്ട് പോയി? അറിയില്ല മിസ്സേ, ഞാൻ കേറുമ്പോ ഞാന് ഹരിയും ഡെൽവിനും മാത്രം ഉണ്ടായിരുന്നു. Take your Hindi textbook. Take your Hindi textbook. ബെസ്റ്റ് സ്റ്റുഡന്റ്. Best സ്റ്റുഡന്റ് ഓഫ് ദി മന്ത്. ബെസ്റ്റ് സ്റ്റുഡന്റ് ആരാണറിയോ? മിസ്സേ ആതിര. ആതിര മാത്രല്ല കേട്ടോ, നിങ്ങൾക്ക് വിഷമം തോന്നണ്ട. ആതിര മാത്രല്ല, ഡെൽവിൻ, ശ്രീ വിഷ്ണു, ഹരിനന്ദ് ഇവരെല്ലാം ഉണ്ട്. ഹോംവർക്ക് ഒക്കെ കൃത്യമായി ചെയ്ത് അയക്കുന്ന കൂട്ടത്തില്. പക്ഷെ അത് എല്ലാ ടീച്ചേഴ്സും കൂടി സെലക്ട് ചെയ്തപ്പോ ഒരാൾ തന്നെ എല്ലാവരെയും ബെസ്റ്റ് സ്റ്റുഡന്റ് എന്ന് പറയണ്ട, ഓരോരുത്തരായിട്ട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് കിട്ടിയ പേര് ആതിരേണ്ടതായി കേട്ടോ. അല്ലാണ്ട് ഹിന്ദി മിസ്സിന് എന്താണ് ആതിരയോട് മാത്രം സ്നേഹം തോന്നണ്ട. നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ സെലക്ട് ചെയ്തതാണ്. അതായത് ഇതുവരെയുള്ള ഹോംവർക്ക് ചെയ്ത് അയക്കുന്നതും ക്ലാസ് അറ്റൻഡ് ചെയ്തതും ഒക്കെ. കാരണം ഡെൽവിൻ എനിക്ക് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഡെൽവിനോട് അല്ലെ, ഞാൻ അന്നേ നോട്ടൊക്കെ നന്നായിട്ടുണ്ടെന്ന് എപ്പോഴും പറയാറുണ്ട്. അപ്പൊ ഞാൻ ഡെൽവിനെ ഒക്കെ സെലക്ട് ചെയ്തതാണ്. ഡെൽവിൻ, ശ്രീ വിഷ്ണു, ഹരി, ജീവൻ, അതുപോലെ ജസ്റ്റസ്, ഇവരൊക്കെ അതിൽ പെട്ടതാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ടീച്ചേഴ്സ് നിങ്ങളെ ഗിഫ്റ്റും കൊണ്ട് വരും. നിങ്ങളുടെ ഗിഫ്റ്റ് ഇവിടെ ഉണ്ട്, ഓഫീസിൽ ഇവിടെ വെക്കും. നിങ്ങൾ എപ്പോഴെങ്കിലും വരുമ്പോ വാങ്ങിക്കോട്ടോ ആതിരെ. അപ്പൊ ഓരോരുത്തർക്കും ലഭിക്കും. അടുത്ത മാസം നമുക്ക് നോക്കാം മിസ്സിന് ആരുടെ പേരാ നറുക്ക് വീഴുന്ന നോക്കട്ടെ. അതിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഏതായിരുന്നു എടുത്തത്? തേർഡ് ചാപ്റ്റർ സെക്കൻഡ് ചാപ്റ്ററിന്റെ വർക്ക് എല്ലാം പറഞ്ഞിട്ട് തേർഡ് ചാപ്റ്റർ ജസ്റ്റ് ഒന്ന് തുടങ്ങാൻ പോകുമ്പോ ക്ലാസ് സെക്കൻഡ് ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ആക്കിയില്ലേ? കംപ്ലീറ്റ് ആക്കി തേർഡ് ചാപ്റ്റർ തുടങ്ങാൻ പോകുന്നു. ഇനി തേർഡ് ചാപ്റ്റർ തുടങ്ങണം. സെക്കൻഡ് ചാപ്റ്റർ എല്ലാവരുടെയും നോട്ടും ടെക്സ്റ്റും കംപ്ലീറ്റ് ആയിരിക്കും. ഇനി നമ്മള് തേർഡ് ചാപ്റ്റർ തുടങ്ങിയാണ്. ജീവ വീഡിയോ ഓൺ ചെയ്യാമോ വേഗം? എന്താണ് ആ പ്രസന്റ് ടൈപ്പ് ചെയ്യണം. എനിക്കൊന്നാമത് ഇവിടുന്ന് JCBയുടെ സൗണ്ട് വല്ലാതെ ഉണ്ട്. അപ്പൊ എനിക്ക് നിങ്ങൾ പറഞ്ഞൊന്നും ക്ലിയർ ഇല്ല. എല്ലാരും പ്രസന്റ് ടൈപ്പ് ചെയ്തോ. ബാക്കിയുള്ളവര് എല്ലാരും പ്രസന്റ് ടൈപ്പ് ചെയ്തോ. നമുക്ക് തേർഡ് ലെസൺ ഗോപാലകൃഷ്ണ ഗോഖലെയാണ് ഇനി പഠിക്കാനുള്ളത്. ഗോപാലകൃഷ്ണ ഗോഖലെ. ആരാണ് ഗോപാലകൃഷ്ണ ഗോഖലെ അറിയോ? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലേ ഗാന്ധിജിയുടെ സൂക്ഷിപ്പുകാരൻ. അനുയായിയാണല്ലേ. സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ സഹായിച്ച് ഹെൽപ്പ് ചെയ്ത അനുയായിയാണല്ലേ. ഓക്കെ, मिसो वायचरा प्रस्तुत पाठ में स्वतंत्रता सेनानी गोपाल कृष्ण गोखले के बचपन की 2 घटनाओं के द्वारा उनकी सच्चाई, ईमानदारी और देशभक्ति का वर्णन है. Just पेज नंबर 10. पेज नंबर 10. അതായത് സ്വാതന്ത്ര്യ സമര സേനാനിയാണ്. അതുപോലെ ഗോപാലകൃഷ്ണ ഗോഖലെയുടെ കുട്ടിക്കാലത്തെ മറക്കാനാവാത്ത 2 സംഭവങ്ങളെയാണ് നിങ്ങൾക്ക് പാഠത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അയാളുടെ സത്യസന്ധത, അതൊക്കെയാണ് നമുക്ക് ഈ പാഠഭാഗത്തിൽ പഠിക്കാനുള്ളതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
पाठ का उद्देश्य सच्चाई, देशभक्ति तथा अपनी गलती को स्वीकार कर सुधारने की शिक्षा देना. നമ്മുടെ ഇതിലൂടെ പഠിക്കുന്നത് എന്താണ് ഗുണപാഠം? സത്യസന്ധതയോടെ രാജ്യത്തെ സ്നേഹിക്കുക, രാജ്യത്തിലുള്ള സ്നേഹം, പിന്നെ അതുപോലെ നമ്മുടെ തെറ്റുകൾ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ ആ തെറ്റ് തിരുത്താൻ ശ്രമിക്കുക. ഇതാണ് നമ്മൾ ഈ ലെസണിലൂടെ പഠിക്കാൻ പോകുന്ന ഗുണപാഠം. മിസ് വായിക്കുകയാണ്. പേജ് നമ്പർ 10, മൂന്നാമത്തെ ലെസൺ, ഗോപാലകൃഷ്ണ ഗോഖലെ, ഫസ്റ്റ് പാരഗ്രാഫ്. എല്ലാരും എടുത്തു വെച്ചല്ലോ? എടുത്തു വെച്ചോ? कहते हैं कि बचपन में ही बालक का सदाचार उसके सुंदर भविष्य की ओर संकेत कर देता है. മിസ് Yes. തേർഡ് ലെസൺ എടുക്കലയോ? ആ തേർഡ് ലെസൺ ആണ് ഇപ്പൊ കൊടുക്കുന്നത്. ഗോപാലകൃഷ്ണ ഗോഖലെ. बचपन में ही बालक का सदाचार उसके सुंदर भविष्य की ओर संकेत कर देता है. കുട്ടിക്കാലത്തെ സത്യസന്ധത അത് വലിയ അതായത് നമ്മൾ പറയില്ലേ എന്താണ്, ചൊട്ടയിലെ ശീലം എന്താണ്, ചൊട്ടയിലെ ശീലം ചുടല വരെ അല്ലെ? കുട്ടിക്കാലത്തുള്ള ശീലം അതാണ് നമ്മൾ ഭാവിയിലും തുടർന്ന് മുന്നോട്ട് പോവുക. स्वतंत्रता सेनानी और देशभक्त गोपाल कृष्ण गोखले के संबंध में यह बात सही लगती है. ഈ സംഭവം ചുട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറയുന്ന ആ സംഭവം ഇല്ലേ, ചെറുപ്പകാലങ്ങളിലെ നല്ല ശീലങ്ങളാണ് ഭാവിയിലും മുന്നോട്ട് കൊണ്ടുപോകുന്ന ശീലം. നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനിയായ ഗോപാലകൃഷ്ണ ഗോഖലെയുടെ ജീവിതത്തില് നല്ലൊരു മാറ്റം തന്നെയാണ് ഉണ്ടായിരുന്നത്. ഇതുപോലെയായിരുന്നു ഉണ്ടായിരുന്നത്. എന്താണെന്ന് പറയാം. बचपन से ही इनके आचरण में ईमानदारी, निडरता और देशभक्ति का ऐसा ही परिचय मिलता था कि देखने वाले प्रभावित हुए बिना नहीं रह पाते थे. അതായത് കുട്ടിക്കാലത്ത് തന്നെ ഇദ്ദേഹത്തിന്റെ പെരുമാറ്റം, കുട്ടിക്കാലത്തുള്ള പെരുമാറ്റ രീതി, അതിലുള്ള സത്യസന്ധത. കുട്ടിക്കാലത്ത് തന്നെ സത്യസന്ധത എന്ന് പറഞ്ഞാൽ എന്താണ്? കളവ് പറയാതിരിക്കൽ അല്ലെ? എന്ത് കാര്യത്തിലും കളവ് പറയാതിരിക്കുന്ന ശീലം, സത്യസന്ധത. അതുപോലെ നിഡർത, നിഡർത പറഞ്ഞാൽ ധൈര്യവാനായിട്ട് ഒരു പേടിയും ഇല്ലാതെ മുന്നേറുന്നത്. ഇതൊക്കെ കുട്ടിക്കാലത്ത് തന്നെ ആർക്കുണ്ടായിരുന്നു? ഗോപാലകൃഷ്ണ ഗോഖലെക്ക്. അങ്ങനെയാണ് രാജ്യത്തിനോട് അദ്ദേഹം ദേശഭക്തി, രാജ്യത്തിനോട് ഭക്തിയും ബഹുമാന സ്നേഹമൊക്കെ തോന്നാനുള്ള കാരണവും അത് തന്നെയായിരുന്നു. उनके जीवन के ऐसे कई प्रसंग है जो पढ़ने सुनने वालों को प्रेरित करते हैं. यह बात उस समय की है. അയാളെ കുട്ടിക്കാലത്ത് അങ്ങനെ പ്രധാനപ്പെട്ട കുറെ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ ചില ഭാഗങ്ങളാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. जब वे तीसरी कक्षा के छात्र थे, तीसरी कक्षा के छात्र थे. എപ്പോഴായിരുന്നു അദ്ദേഹം മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്നത്? തേർഡ് ക്ലാസ്സിൽ പഠിക്കുന്നത്. ആ സമയത്ത് गणित के शिक्षक ने छात्रों को कुछ सवाल घर से हल करके लाने के लिए दिया. കണക്കിന്റെ അധ്യാപകൻ, മാത്സ് അധ്യാപകൻ എന്ത് ചെയ്തു? കുറച്ച് ഹോംവർക്കുകൾ കൊടുത്തു, വീട്ടിൽ നിന്ന് ചെയ്തിട്ട് വരാൻ വേണ്ടിട്ട്. നമുക്ക് കിട്ടാറില്ലേ ഹോംവർക്ക്? മാത്സിൽ പൊതുവെ ഉണ്ടാവാറുണ്ട് അല്ലേ ഹോംവർക്ക്. അപ്പോ अगले दिन शिक्षक महोदय ने कक्षा के सभी छात्रों की उत्तर पुस्तिकाएं जांचने के लिए ले ली. അപ്പൊ പിറ്റേ ദിവസം വന്നുണ്ടോ ആ അധ്യാപകൻ വന്നു. അധ്യാപകൻ എന്ത് ചെയ്തു? ആ ഹോംവർക്ക് ചെയ്ത നോട്ട് എല്ലാവരും ചെക്ക് ചെയ്യാൻ വേണ്ടി എല്ലാവരുടെ നോട്ട് എടുത്തു. उन्हें छात्रों की उत्तर पुस्तिकाएं जांचते हुए उन्हें यह देखकर आश्चर्य हुआ कि गोपालकृष्ण के अतिरिक्त किसी भी छात्र ने सवालों के सही हल नहीं किए थे. ഗോപാലകൃഷ്ണ ഗോഖലെ അല്ലാതെ വേറെ ഒരു കുട്ടിയും അതിന്റെ ശരിയായ ആൻസർ എഴുതി കൊണ്ടുവന്നില്ലായിരുന്നു. ബാക്കി എല്ലാവരും തെറ്റായിരുന്നു എഴുതിയത്. शिक्षक महोदय ने सभी छात्रों को कक्षा में ध्यानपूर्वक पढ़ाई न करने और घर पर नियमित अभ्यास न करने के लिए डांटा और समझाया कि नियमित अभ्यास न करने पर सवालों के हल निकालना कठिन हो जाता है. അതായത് അദ്ദേഹം പറഞ്ഞ എന്തായിരുന്നു? എല്ലാ കുട്ടികളോടും ശ്രദ്ധാപൂർവം അദ്ദേഹം പറഞ്ഞത് ഇതായിരുന്നു. എന്ത്? ധ്യാനപൂർവക പഠായി, അതായത് ശ്രദ്ധയോടെ പഠിച്ചില്ലെങ്കിൽ
ശ്രദ്ധയോടെ പഠിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും ഞാൻ? തല്ലും അല്ലെ, ശകാരിക്കും. നമ്മൾ പറയാറില്ലേ, ഹോംവർക്ക് ചെയ്തോ ഇല്ലെങ്കിൽ അടി വാങ്ങുവേന്ന് പറയല്ലേ. അതുപോലെ തന്നെ അഭ്യാസ് ന കർനെ പർ സവാലോं के हल निकालना कठिन हो जाता है. എങ്കിൽ മാത്രമേ എന്ത് പറ്റുള്ളൂ? എല്ലാവരും നന്നായി പരിശ്രമിച്ചാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അല്ലെ. शिक्षक महोदय ने सब छात्रों के सामने गोपाल कृष्ण की पीठ दबदबाई और उनकी सही सवालों की प्रशंसा करते हुए पुरस्कार स्वरूप एक कलम भी दी. ഈ അധ്യാപകൻ എന്ത് ചെയ്തു എന്നറിയോ? എന്താ ചെയ്തേ? എല്ലാ കുട്ടികളുടെയും മുന്നിൽ നിന്ന് ഈ കുട്ടിയെ, ആരെ? ഗോപാലകൃഷ്ണ ഗോഖലെ, അദ്ദേഹം എല്ലാ ക്വസ്റ്റ്യന്റെ ആൻസറും അറ്റൻഡ് ചെയ്തത് കൊണ്ട് അവനെ അഭിനന്ദിക്കുകയും അവനെ നേരത്തെ പറഞ്ഞതുപോലെ, ഇപ്പൊ മിസ് നേരത്തെ പറഞ്ഞ ആദരക്ക് ഉണ്ട് എന്നല്ല, ആദരക്ക് ഗിഫ്റ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു അല്ലെ, അതുപോലെ ഓരോരുത്തർക്കും കിട്ടുന്നുണ്ട് എന്നെല്ലാം പറഞ്ഞു അല്ലെ. അതേപോലെ ഈ അധ്യാപകൻ എന്ത് ചെയ്തു? ഈ ഗോപാലകൃഷ്ണ ഗോഖലേക്ക് ഗിഫ്റ്റ് ആയിട്ട് ഒരു പേന നൽകി. ഒരു ഗിഫ്റ്റ് ആയിട്ട് പേന കൊടുക്കുകയുണ്ടായി. ഗോപാലകൃഷ്ണ കലം ലേനെ സേ പഹ്ലെ കി ഫൂട്ട് ഹൂട്ട് കർ ലോനയിലേക്ക്, പേന കിട്ടിയതും ആ ഗോപാലകൃഷ്ണ ഗോഖലെ പൊട്ടി പൊട്ടി കരയാൻ തുടങ്ങി. മനസ്സിലായോ? എന്തിനായിരിക്കാം കരഞ്ഞിട്ടുണ്ടാവുക? ഒരു സന്തോഷത്തിന്റെ കണ്ണീർ. സന്തോഷത്തിന്റെ കണ്ണീരായിരിക്കാം അല്ലെ. നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? സന്തോഷത്തിന്റെ കണ്ണീരായിരിക്കാം അല്ലെ. നമ്മൾ അങ്ങനെ പ്രതീക്ഷിക്കാം. പായല്ലേ? സന്തോഷം. നമുക്ക് നോക്കാം എന്തിനാ കരയുന്നതെന്ന്. शिक्षक महोदय ने गोपाल कृष्ण को फूट फूट कर रोते हुए देखा तो वे हैरान हो गए. അധ്യാപകനാണെങ്കിൽ ആകെ ആശ്ചര്യപ്പെട്ടു പോയി. ഞാനൊരു ഗിഫ്റ്റ് കൊടുത്തിട്ട് ഇവൻ ഇങ്ങനെ പൊട്ടിക്കരയാണല്ലോ. അയാൾ ആശ്ചര്യത്തോടെ നിന്നുപോയി. ഉനോനെ ഗോപാൽ സെ പൂച്ച, അദ്ദേഹം ഈ ഗോപാലകൃഷ്ണ ഗോഖലെയോട് ചോദിച്ചു, മൈനെ തോ തുമാരി പ്രശംസ കി ഹേ और तुम्हें पुरस्कार भी दिया है. ഞാൻ നിന്നെ പ്രശംസിച്ചിട്ടല്ലേ നിനക്ക് ഒരു സമ്മാനം തന്നത്, അതിന് നീ കരയണോന്ന്. ഐസേ മേ രോനെ കാ ക്യാ കാരൺ ഹേ, അതിനെന്തിനാ നീ കരയുന്നേ? ഹലീമേ, എന്താ ലേറ്റ് ആയി പോയത്? ഇവിടെ എന്തെല്ലോ സംഭവിച്ചില്ലേ? അപ്പൊ എന്താണ്, നീ എന്തിനാണ് കരയുന്നത്? ഞാൻ എനിക്കൊരു ഗിഫ്റ്റ് തന്നതല്ലേ, നീ നല്ല കാര്യങ്ങൾ ചെയ്തോണ്ട് എനിക്കൊരു ഗിഫ്റ്റ് തന്നതല്ലേ എന്ന് പറഞ്ഞു. ബാലക ഗോപാലകൃഷ്ണൻ രോത്തെ ഹുയെ പോലെ, അദ്ദേഹം കരഞ്ഞുകൊണ്ട് തന്നെ പറഞ്ഞ എന്തായിരുന്നു? ഗുരുജി മേം ആപ്കെ സ്നേഹ और इस पुरस्कार के योग्य नहीं हूं. അല്ലയോ ഗുരുവേ, ഞാൻ അങ്ങയുടെ ഈ പുരസ്കാരം വാങ്ങാൻ അർഹനല്ല. യോഗ്യ നഹീം ഹും. സാരേ സവാൽ മൈനെ അപ്നെ ഭായി സെ ഹൽ കർവായേ ഹേ. ഈ ക്വസ്റ്റ്യന്റെ ഒക്കെ ആൻസർ, സംശയങ്ങളൊക്കെ ഞാൻ തീർത്തത് എന്റെ സഹോദരന്റെ അടുത്ത് നിന്നാണ്. इसलिए मैं प्रशंसा और पुरस्कार की अपेक्षा सजा पाने का हकदार हूं. അപ്പൊ എനിക്ക് തരേണ്ട ഗിഫ്റ്റ് ഇത് ആർക്ക് കൊടുക്കാനുള്ളതാണ്? എന്റെ ബ്രദറിന്. എന്റെ ബ്രദർ ആണ് എന്നെ സഹായിച്ചത്, അല്ലാണ്ട് ഞാനല്ല, സ്വന്തം ചെയ്തതല്ല ഈ ആൻസർ. ആ കുഞ്ഞിയുടെ സത്യസന്ധത ഒന്ന് നോക്കിയേ. നമ്മളാണെങ്കിൽ ഇങ്ങനെ ഒരു ഗിഫ്റ്റ് കിട്ടുമ്പോ പറയോ നമ്മള്, എന്നെ വീട്ടിൽ നിന്ന് എന്റെ ഏട്ടനെ സഹായിച്ചു അല്ലെങ്കിൽ അമ്മയെ സഹായിച്ചു നമ്മൾ പറയോ? ഇല്ല. ഗിഫ്റ്റ് മിണ്ടാതെ എടുത്തു വെക്കും, കിട്ടുകയല്ലേ വെച്ചിട്ട് അല്ലേ. അതാണ് ഇവിടെ വരുന്ന വ്യത്യാസം. ഇവിടെ ആ കുട്ടിയുടെ സത്യസന്ധത നോക്കിയേ. അപ്പൊ തന്നെ അതുകൊണ്ടല്ലേ കരഞ്ഞത്. അതുകൊണ്ട് ഉറക്കെ പറഞ്ഞില്ലേ, ഇത് എനിക്ക് അവകാശപ്പെട്ടതല്ല, ഇത് എനിക്ക് യോജിച്ചതല്ല, ഈ പുരസ്കാരം എന്റെ സഹോദരനാണ് ഇതിന്റെ ഒക്കെ ആൻസർ പറഞ്ഞു തന്നതെന്ന് പറഞ്ഞു. ഉൻകെ ശിക്ഷകനെ ഉൻകി സത്യനിഷ്ഠ और निडरता से प्रभावित होकर उन्हें घना लगा लिया. അവന്റെ ആ സത്യസന്ധതയിലെ അദ്ദേഹത്തിന് ആകെ സന്തോഷം തോന്നി. അധ്യാപകൻ അവനെ ആലിംഗനം ചെയ്തു. शिक्षक गोपालकृष्ण की पीठ तपतपाते हुए बोले, अब यह कलम तुम्हारी ईमानदारी और सच्चाई का पुरस्कार है. ആ അധ്യാപകൻ, ആ ടീച്ചർ എന്താണ് ചെയ്തത്? ഗോപാലകൃഷ്ണന്റെ പുറത്ത് ഇങ്ങനെ തട്ടിക്കൊണ്ട് പറഞ്ഞു. എന്താ പറഞ്ഞേ? ഈ പേന, ഈ ഗിഫ്റ്റ് നിന്റെ വിശ്വസ്തതയ്ക്ക് ഉള്ള ഗിഫ്റ്റ് ആണ്, നിന്റെ സത്യസന്ധതയ്ക്കുള്ള ഗിഫ്റ്റ് ആണെന്ന് കരുതിക്കോളൂ. इस पर तुम्हारा ही अधिकार है. ഇത് നിനക്ക് മാത്രം അധികാരപ്പെട്ടതാണ് ഈ ഗിഫ്റ്റ്.
बालक गोपाल कृष्ण ने पुरस्कार लिया और जीवन भर सच्चाई और ईमानदारी के रास्ते पर चलने की प्रतिज्ञा की. അവൻ എന്ത് ചെയ്തു? ആ ഗിഫ്റ്റ് എടുക്കുകയും അന്ന് മുതൽ അവൻ സത്യസന്ധതയോടുകൂടി വിശ്വസ്തയോടുകൂടി ഏത് വഴിയിലും മുന്നോട്ട് പോകൂലൂ എന്ന് അവൻ ഉറച്ച തീരുമാനം എടുത്തു, പ്രതിജ്ഞ എടുത്തു. നെക്സ്റ്റ് പേജ് പറഞ്ഞോട്ടെ. അതുവരെ മനസ്സിലായോ മക്കളെ? പേജ് നമ്പർ 11 വരെ മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ മക്കളെ അതുവരെ പറഞ്ഞില്ലേ? ഇല്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണേ. नेक्स्ट पेज नंबर 12. इस घटना के बाद से सच्चाई और ईमानदारी के लिए बालक गोपाल कृष्ण का नाम पूरे विद्यालय में प्रसिद्ध हो गए. ഈ സംഭവത്തിന് ശേഷം ഇവന്റെ സത്യസന്ധതയിലും ആ വിശ്വാസത്തിലും എന്താണ് ആ കുട്ടിയുടെ സത്യസന്ധതയിൽ ആ സ്കൂളിൽ എല്ലാവരും അവൻ പേര് കേട്ട ആളായി മാറി, പ്രസിദ്ധനായി തീർന്നു. സ്കൂളിൽ മുഴുവനും അവന്റെ പേര് നല്ല പേരായി തീർന്നു. ബാലക് ഗോപാൽ കൃഷ്ണക്ക് ദേശഭക്തിക്ക് ഏക ഘടന ബി ജാനന യോഗ്യ ഹെ. ഇനി രാജ്യത്തോടുള്ള സ്നേഹം അവന് എങ്ങനെ ഉണ്ടായി എന്നുള്ള ഒരു സംഭവം കൂടി പറയാണ്. एक बार शिक्षक महोदय ने कक्षा में सभी बच्चों से पूछा, यदि आपको एक हीरा मिल जाए तो आप क्या करेंगे? सब बच्चों ने अपनी अपनी सोच के अनुसार जवाब दिए. किसी ने कहा मैं हीरा बेचकर धनवान बन जाऊंगा. कोई बोला मैं हीरे को बेचकर एक चमचमाती गाड़ी खरीदूंगा. മിസ് വായിക്കുന്ന പാരഗ്രാഫ് കണ്ടോ? അതായത് ഏക് ബാർ ശിക്ഷക മഹോദയനെ കക്ഷാമേ, ഒരു ദിവസം അധ്യാപകൻ ക്ലാസ്സിൽ നിന്ന് എല്ലാ കുട്ടികളോടും ചോദിച്ചു, യദി ആപ്കോ ഏക് ഹീറ മിൽ ജായേ തോ, നിങ്ങൾക്ക് ഒരു ഡയമണ്ട് കിട്ടുക എന്ന് കരുതുക. തോ ആപ്പ് ക്യാ കരേങ്കെ, നിങ്ങൾ ഓരോരുത്തരും എന്ത് ചെയ്യും? അതാണ് നമുക്ക് ആൻസർ കിട്ടേണ്ടത്. നിങ്ങൾക്ക് ഇപ്പൊ ഒരു ഡയമണ്ട് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? സബി ബച്ചോനെ അപ്നി അപ്നി സോച്ച് കെ അനുസാർ ജവാബ് ദിയെ. ഓരോരുത്തരും അവരുടെ സ്വന്തം മറുപടി പറയാൻ തുടങ്ങി. കിസിനെ കഹാ മേ ഹീര ബേച്ച്കർ ധനവാൻ ബൻ ജാഊംഗാ. ഒരു കുട്ടി പറഞ്ഞു, ഞാൻ ആ ഡയമണ്ട് വിറ്റിട്ട് വലിയ കോടീശ്വരനായി നടക്കും. कोई बोला मैं हीरे को बेचकर एक चमचमाती गाड़ी खरीदूंगा. വേറൊരു കുട്ടി പറഞ്ഞു, ഞാൻ ആ ഡയമണ്ട് വിറ്റിട്ട് നല്ല തിളങ്ങുന്ന ഒരു വണ്ടി ഞാൻ വാങ്ങും. एक बच्चे ने कहा मैं हीरे को बेचकर विदेश की सैर करूंगा. വേറൊരു കുട്ടി പറഞ്ഞു, ഞാൻ ആ ഡയമണ്ട് വിറ്റിട്ട് ഞാൻ എന്ത് ചെയ്യും? വിദേശത്ത് യാത്ര ചെയ്യും. ഹരി നഖം കടിക്കല. ഞാൻ ഡയമണ്ട് വിറ്റിട്ട് എന്ത് ചെയ്യും? വിദേശ രാജ്യങ്ങളൊക്കെ പോയി ചുറ്റിക്കറങ്ങിയിട്ട് വരുന്നു. ഗോപാലകൃഷ്ണൻ എന്താണ് പറയണോ? എവിടുന്ന്? ആ പാരാഗ്രാഫിന് തുടക്കത്തിൽ പറഞ്ഞില്ല, ആദ്യം പറഞ്ഞില്ലായിരുന്നു ഈ പൈസ കിട്ടിയ പേജ് നമ്പർ 12 തന്നെയാണോ പറയണ്ടേ? 12 ആണോ പേജ് നമ്പർ 12? അല്ല, ഇപ്പൊ എടുത്തോണ്ടിരിക്കുന്ന പാരാഗ്രാഫ് ഒന്നുകൂടെ അങ്ങോട്ട് പറഞ്ഞു. ഇപ്പൊ എടുക്കുന്ന പാരഗ്രാഫ് ആണോ പറയണ്ടേ? പറഞ്ഞുതരാം. ഏക് ബാർ ശിക്ഷക്, ഒരു ദിവസം ശിക്ഷക് മഹോദയ് അധ്യാപകൻ കക്ഷാമേ സബി ബച്ചോം സെ പൂച്ച, ക്ലാസ് മുറിയിൽ നിന്ന് എല്ലാ കുട്ടികളോടും ചോദിച്ചു, യദി ആപ്കോ, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഏക് ഹീര മിൽ ജായേ തോ, ഏക് ഹീര, ഹീര മീൻസ് ഡയമണ്ട്, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരിക്കലും നിങ്ങൾക്ക് ഒരു ഡയമണ്ട് ലഭിക്കുകയാണെങ്കിൽ ആപ്പ് ക്യാ കരേങ്കെ, താങ്കൾ എന്തു ചെയ്യും? ഓരോരുത്തരും എന്തു ചെയ്യും? സബി ബച്ചോനെ അപ്നി അപ്നി സോച്ച് കെ അനുസാർ ജവാബ് ദിയെ. ഓരോരുത്തരും ചിന്തിച്ചിട്ട് അവരവരുടെ മറുപടി പറയാൻ തുടങ്ങി. കിസിനെ കഹാ മേ ഹീര ബേച്ച്കർ ധനവാൻ ബൻ ജാഊംഗാ. ഒരു കുട്ടി പറഞ്ഞു, ഞാൻ ആ ഡയമണ്ട് വിറ്റിട്ട് ധനവാൻ കോടീശ്വരനായി മാറും, നടക്കും. കോയി ബോല, വേറെ കുട്ടി പറഞ്ഞു, മേ ഹീരേക്കോ ബേച്ച്കർ ഏക് ചംചമാത്തി ഗാഡി ഖരീദൂംഗാ. ഞാൻ ഒരു തിളങ്ങുന്ന ഒരു വണ്ടി, ഒരു വെഹിക്കിൾ വാങ്ങും. എന്ത് വണ്ടി എന്നൊന്നുമില്ല, നല്ല മിന്നി തിളങ്ങുന്ന ഒരു വണ്ടി വാങ്ങും. ഏക് ബച്ചേനെ കഹ, വേറൊരു കുട്ടി പറഞ്ഞു, മേ ഹീരേക്കോ ബേച്ച്കർ വിദേശ് കി സൈർ കരൂംഗാ. ഞാൻ ആ ഡയമണ്ട് വിറ്റിട്ട് വിദേശ രാജ്യങ്ങളെ ചുറ്റിക്കറങ്ങിയിട്ട് വരും. അർജുൻ, വൈ ആർ യു ലേറ്റ്? കിട്ടുന്നുണ്ടായിട്ടാ. ഓക്കെ,
കിട്ടത്തില്ലെങ്കിൽ ലേറ്റ് ആയിട്ട് കയറിയാലും ഒന്ന് യൂട്യൂബ് ക്ലാസ് കാണണേ. ബാലക് ഗോപാലകൃഷ്ണൻ പേജ് നമ്പർ 12 ലാസ്റ്റ് പാരഗ്രാഫ് ആണ് പറഞ്ഞത്. പേജ് നമ്പർ 12 ലാസ്റ്റ് പാരഗ്രാഫ്. बालक गोपालकृष्ण ने कहा मैं मिस हीरे के मालिक को ढूंढकर उसे हीरा लौटा दूंगा. बालक की बात सुनकर शिक्षक ने कहा यदि हीरे के मालिक का पता न लग पाया तो तुम क्या करोगे? അപ്പൊ ഈ കുട്ടിയായിരുന്ന ഗോപാലകൃഷ്ണൻ എന്നാ മറുപടി പറഞ്ഞെന്നറിയോ? മേം ഉസ് ഹീരെ കെ മാലിക് കോ ഢൂണ്ട്കർ ഉസെ ഹീര ലൗട്ടാ ദൂംഗാ. ഞാൻ ആ ഡയമണ്ടിന്റെ യജമാനൻ ആരാണെന്ന് കണ്ടുപിടിച്ച് അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കും. ആരാ പറഞ്ഞത്? ഗോപാലകൃഷ്ണ ഗോഖലെ. ബാലക് കി ബാത്ത് സുൻകർ ശിക്ഷകനെ കഹ. അപ്പൊ അധ്യാപകൻ ചോദിച്ചു യദി ഹീരെ കെ മാലിക ബദാന ലഗ് പായ തോ തും ക്യാ കരോഗെ? നിനക്ക് അങ്ങനെ ഒരു എന്താ പറയണ്ടേ, അതിന്റെ ഓണറെ കിട്ടിയില്ല എങ്കിൽ നീ എന്തു ചെയ്യും? നീ എന്താണ് ചെയ്യുക? ഡയമണ്ടിന്റെ ആൾ ആരാണെന്ന് കണ്ടുപിടിച്ച് കിട്ടിയില്ലെങ്കിൽ, എനിക്ക് ആളെ കിട്ടിയില്ല, നീ എന്തു ചെയ്യും? ബാലകിനെ ജവാബ് ദിയ. ആ ബാലക് ഗോപാലകൃഷ്ണ ഗോഖലെ മറുപടി പറഞ്ഞത് ഇതായിരുന്നു. യദി ഐസാ ഹുവാ തോ മേ ഹീരെ കോ ബേച്ച് ദൂംഗാ ഹീരെ കോ ബേച്ച്നെ സേ ജോ ധൻ മിലേഗ. ഞാൻ ആദ്യം ഡയമണ്ട് വിൽക്കും. ഡയമണ്ട് വിൽക്കുമ്പോൾ കുറെ പണം എനിക്ക് ലഭിക്കും. ഉസ് ധൻ കോ ദേശ് കി സേവാ മേ ലഗാ ദൂംഗാ. ആ പണം ഞാൻ എടുക്കൂല, പിന്നെയോ ആ പണം മുഴുവനും ഞാൻ എന്റെ രാജ്യത്തിനെ സേവിക്കാൻ വേണ്ടി ഉപയോഗിക്കും. ആ കുട്ടിയുടെ സത്യസന്ധത മനസ്സിലായോ? രാജ്യത്തോടുള്ള സ്നേഹം മനസ്സിലായോ? വല്ലതും മനസ്സിലായോ? छोटे से बालक के मुख से ऐसी बात सुनकर शिक्षक गदगद हो गए. അധ്യാപകൻ തന്നെ ആ ഞെട്ടിപ്പോയി ആ കുട്ടിയുടെ സംസാരം കേട്ടിട്ട്. ശിക്ഷകിനെ ബാലക് സേ കഹ. ആ അധ്യാപകൻ ആ കുട്ടിയോട് പറഞ്ഞു രാഷ്ട്ര കേ ലിയേ തുമാരേ പ്രേം കോ ദേഖ്കർ ലഗ്താ ഹൈ കി തും ഏക് ദിൻ ബഹുത് ബഡേ ദേശഭക്ത് ബനോഗേ. രാജ്യത്തോടുള്ള സ്നേഹം, നിന്റെ സ്നേഹം, അധികമായ ഈ സ്നേഹം, അമിതമായ ഈ സ്നേഹം കാണുമ്പോൾ എനിക്ക് തോന്നുന്നു നീ വലുതായി കഴിഞ്ഞാൽ ഒരു ദേശഭക്തനായി തീരുമെന്ന്. രാഷ്ട്രത്തിനെ സേവിക്കുന്ന, രാജ്യത്തെ സേവിക്കുന്ന ഒരാളായി മാറുമെന്ന് എനിക്ക് തോന്നുന്നു അധ്യാപകൻ പറഞ്ഞു. ശിക്ഷക് ബാത് സഹി സാബിത് ഹുയി. ആ അധ്യാപകൻ പറഞ്ഞത് കറക്റ്റ് ആയിരുന്നു. എന്താ ജസ്റ്റസേ, അതുവരെ ക്ലിയർ അല്ലേ? ജസ്റ്റസ് ഇതൊക്കെ പറയുന്നുണ്ടോ? यही बालक बड़ा होकर ऐसा देशभक्त बना जो केवल भारतीयों के ही नहीं अपितु अंग्रेजों के भी आदर और प्रशंसा का पात्र बना. ഈ കുട്ടി വളർന്നു വലുതായിട്ട്, ഈ ഗോപാലകൃഷ്ണ ഗോഖലെ വളർന്നു വലുതായിട്ട് നല്ലൊരു രാജ്യസ്നേഹിയായി മാറി. കൂടാതെ ഇന്ത്യക്കാർക്ക് മാത്രമല്ല ബ്രിട്ടീഷുകാർക്ക് കൂടി അദ്ദേഹത്തെ ആദരിക്കുകയും പ്രശംസിച്ച് പറയുകയും ചെയ്തിരുന്നു. മനസ്സിലായോ? ഗോപാലകൃഷ്ണ ഗോഖലിനെ കുറിച്ച് മനസ്സിലായോ? ആരാണ്, എന്താണ്, എങ്ങനെയാണ് അവരുടെ സ്വഭാവ രീതിയൊക്കെ മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായ ലെസൺ? എന്താണ് മനസ്സിലായി? ഓക്കെ. അപ്പൊ ആ പാഠഭാഗം ഒരു 4-5 തവണ നിങ്ങൾ അടുത്ത ക്ലാസ് ആകുമ്പോഴേക്കും വായിച്ചിരിക്കണം. ഇന്ന് എഴുതേണ്ട വർക്ക് അതിലെ വേർഡ് മീനിങ്, സമാനാർത്ഥി ശബ്ദ, മുഹാവരെ, ഇത് 3 നോട്ടിലേക്ക് എടുത്ത് എഴുതിയിട്ട് മിസ്സിന് അയച്ചു തരണം. നോട്ടിലേക്ക് എഴുതണം. കോപ്പിയിൽ എഴുതി അയക്കണം. ഓരോ പേജ് ഒരു ദിവസം, ഓരോരാഴ്ച ഒരു പേജ്. ഓക്കെ മിസ്സേ. മിസ്സിന്റെ അവസാനം പറഞ്ഞില്ലായിരുന്നു മിസ്, മറ്റേ അത് ദേശസ്നേഹിയായി എന്ന് പറഞ്ഞില്ലായിരുന്നു? അത് കഴിഞ്ഞ് ബ്രിട്ടീഷിനെന്ത് ചെയ്തെന്ന് പറഞ്ഞില്ല? അതെന്നെ ചെയ്തത് ക്ലിയർ ആയില്ല. അത് അധ്യാപകൻ പറഞ്ഞു നീ ഭാവിയിൽ വളർന്നു വലുതായി ഒരു രാജ്യസ്നേഹിയായി മാറുമെന്ന് എനിക്ക് തോന്നുന്നു. ആ അധ്യാപകൻ പറഞ്ഞത് കറക്റ്റ് ആയിരുന്നു. അദ്ദേഹം അങ്ങനെ ഒരു രാജ്യസ്നേഹിയായി മാറി. ആ കുട്ടി വളർന്നു വലുതായി നല്ലൊരു ദേശഭക്തനായി മാറി, രാജ്യസ്നേഹിയായി മാറി.
ഇന്ത്യക്കാർക്ക് മാത്രമല്ല ബ്രിട്ടീഷുകാർക്ക് പോലും ഈ ഗോഖലെയെ നല്ല ഇഷ്ടമായിരുന്നു. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പൊ ഇതിലെ വേർഡ് മീനിങ് ശബ്ദാർത്ഥ നോട്ടിലേക്ക് എഴുതണം. സദാചാർ, സങ്കേത്, സ്വതന്ത്രത, ആചരൺ, പ്രസംഗ്, പുരസ്കാർ, സ്വരൂപ്, യോഗ്യ, സത്യനിഷ്ഠ, നിഡർത, പ്രതിജ്ഞ, സാബിത്, പ്രശംസക, പാത്ര. അതിന്റെ ഇംഗ്ലീഷ് മീനിങ് ആണ് നിങ്ങൾ എഴുതേണ്ടത്. ഹിന്ദി എഴുതേണ്ട, ഇംഗ്ലീഷ് മീനിങ് മാത്രം. തൊട്ട് താഴെയുള്ള സമാനാർത്ഥി ശബ്ദമാണ് പിന്നെ എഴുതേണ്ടത്. സ്വതന്ത്രത, ആസാദി, മുക്തി, സ്വാധീനത. ബാലക്, ലഡുക്ക, ബാൽ, കിഷോർ. സമാനാർത്ഥി ശബ്ദം എന്ന് ഉദ്ദേശിക്കുന്നത് പര്യായ പദം. ആശ്ചര്യ, എന്താണ്? മുഹാവരി എഴുതി വെക്കണം നോട്ടില്. ആശ്ചര്യ, ഹൈരാനി, അചരജ്, അജംബ, പുരസ്കാർ, ഇനാം, തമക, പാരിതോഷിക്. മുഹാവരെ പീട്ട് തബ് ദബാന, ശാബാഷി ദേന. പുറത്തിങ്ങനെ തട്ടി പറയൽ എന്താണ്? അഭിനന്ദിച്ച് പറയുന്നത് നമ്മൾ പുറത്തട്ടല് അല്ലേ? നമ്മൾ ഒരാൾ ഇങ്ങനെ പുറത്തിങ്ങനെ തട്ടി പറയുന്നതല്ലേ, നമ്മളൊരു അഭിനന്ദനം അറിയിക്കലാണ് ഈ പുറത്ത് 2 പ്രാവശ്യം തട്ടുന്നത്. അല്ലാണ്ട് ദേഷ്യം കൊണ്ട് തല്ലുന്നല്ല കേട്ടോ. അങ്ങനെ കരുതി നിങ്ങള്. ഗദ്ഗദ് ഹോന, ഗദ്ഗദ് ഹോന പറഞ്ഞാൽ വളരെയധികം സന്തോഷം തോന്നുക. ബഹുത്ത് പ്രസന്ന ഹോന. ഫുഡ് ഹൂട്ടുകാർ രോന എന്ന് പറഞ്ഞാൽ പൊട്ടി പൊട്ടി കരയുക. ബഹുത്ത് അധികെ രോന. നെക്സ്റ്റ് താഴെയുള്ള ഡിറ്റേഷൻ ആണ്. 1-2 വാക്കുകള് നിങ്ങൾ കോപ്പി റൈറ്റിംഗിൽ എഴുതേണ്ടത് അല്ലേ? 2 ലൈൻ കോപ്പി അല്ലേ? 2 ലൈൻ കോപ്പിയാണ് നിങ്ങൾക്കുള്ളത്. അതെ. ആ ഡിറ്റേഷനില് അതിൽ വരുന്ന 1-2 വാക്കുകള് ഒരു പേജ് എഴുതി അയക്കുക. ഇന്നത്തെ ഡേറ്റ് വേണേ. യെസ് ഡെൽവിൻ, ഞാൻ കണ്ടു മോനെ. ഇന്നത്തെ ഡേറ്റ് ഇട്ട് എല്ലാവരും മിസ് പറഞ്ഞ ഒരു പേജ് എഴുതുക. എഴുതി അയക്കുന്നതിന്റെ മുകളില് ഡേറ്റ് കൂടി ഇടുക. നിങ്ങൾ ഏത് ഡേറ്റിന് എപ്പോഴും കോപ്പി ആണെന്ന് അറിയാൻ വേണ്ടിട്ട്. ഇതിലെ ഓറൽ ക്വസ്റ്റ്യൻ നോക്കാം. ബാലിക സദാചാർ കിസോർ സങ്കേത് കർത്താ ഹേ. നിങ്ങൾ വായിക്കുന്നോന്നാ പാഠം? പാഠഭാഗം വായിപ്പിച്ചാലോ? ഹരി സ്റ്റാർട്ട് ചെയ്തോ ഹരി. തെറ്റിയാ കുഴപ്പമില്ലല്ലോ. തെറ്റിയാ കുഴപ്പമില്ലല്ലോ. ഗോപാലകൃഷ്ണ ഗോഖലെയിലെ പാഠം എന്നാ നീ പറഞ്ഞേ? തെറ്റിയാ കുഴപ്പമില്ലല്ലോ. കേട്ടില്ല. തെറ്റിയാ കുഴപ്പമില്ലല്ലോ. എന്താ നിങ്ങൾ പറഞ്ഞത് ഇങ്ങോട്ട് എന്താ കേൾക്കാത്തെന്നറിയോ? ഇവിടെ JCB ഉണ്ട് ഇതിനടുത്ത് തന്നെ, റൂമിന്റെ അടുത്ത് തന്നെ. അപ്പൊ ഭയങ്കര സൗണ്ട് അതിന്റെ. ഇല്ല വായിക്കാൻ പറ്റില്ല. ഹരി വായിച്ചോ? ഹരി മതി. पाठते गोपाल कृष्ण गोखले कहते हो कि बच्चापन में ही बालक का सदाचार उसके सुंदर भविष्य की ओर संकेत कर देता हो। देता है सेनानी और दो देशभक्त ഇപ്പൊ ഒന്ന് പറഞ്ഞേ ഹരി. നേരത്തെ എന്താ പറഞ്ഞതെന്ന് പറഞ്ഞേ ഹരി. ഇപ്പൊ ചെറുങ്ങനെ കേൾക്കാം. പറഞ്ഞേ. തെറ്റിയ കുഴപ്പമുണ്ടോന്ന്. തെറ്റിയ കുഴപ്പമുണ്ടോന്നോ? അയ്യോ, ഇതാണ് ഇത്ര സമയം ചോദിച്ചത്. ഞാൻ വലിയ എന്തോ ഡൗട്ട് അങ്ങനെ ചോദിക്കുന്നതെന്ന്. എനിക്കൊന്നും എങ്ങനെ കേൾക്കുന്നില്ല. കുഴപ്പമൊന്നുമില്ല, മിസ് പറഞ്ഞു തരൂ, ഹെൽപ്പ് ചെയ്യും. പക്ഷെ തെറ്റാൻ പാടില്ല. നിങ്ങൾ കുറച്ച് മുതിർന്ന കുട്ടികളായില്ലേ, ടെക്സ്റ്റ് നല്ലപോലെ വായിക്കണം. മിസ് ഹെൽപ്പ് ചെയ്യും. വായിച്ചോ. कि शब्द में यह बात सही
लगती है लगती हो, लगती है लगती है। बचपन से बचापन അല്ല ही, ബച്ചപ്പൻ हाँ, बचपन से പായല് ही ചിരിക്കുന്നുണ്ട് കേട്ടോ. പായൽ നിങ്ങളെക്കാടെ ഹിന്ദിയൊക്കെ അറിയാം, അതുകൊണ്ട് പായല് ചിരിക്കുന്നുണ്ട്. പായല് തെറ്റുമ്പോ പറഞ്ഞു കൊടുക്കണേ. ആ വായിച്ചോ बचपन से ही इनको इनके आचरण में इनके आचरण में ईमानदारी 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 निडरता 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 और देशभक्ति देशभक्ति का ऐसा परिचय परिचय मिलता था कि मिलता था कि मैंने देखने वाले प्रभावित हुए बिना नहीं यह पाते दो उनके जीवन को एक से ऐसे कई प्रसंग है. അതിന്റെ ബാക്കി നമുക്ക് ജുവാനെ കൊണ്ട് വായിപ്പിക്കാം. ഓക്കെ ഹരി, എന്നിട്ട് വായിക്കണേ. ജുവാനെ വായിച്ചോ അതിന്റെ ബാക്കി. ജുവാന മുങ്ങിയ ജുവാന വായിക്കുന്നു പറയലും ജുവാന മുങ്ങലും. എന്ത് ജുവാന ഇത്? എവിടെയാ പൊങ്ങുന്നത്? ഏത് പുഴയിലാണ് പൊങ്ങുന്നത്? ട്രീറ്റ് തരാൻ വരുന്നതായിരിക്കും. ട്രീറ്റ് തരാൻ വേണ്ടി വരുന്നതായിരിക്കും മിക്കവാറും. ഡെൽവിനെ ബാക്കി വായിച്ചോ മോനെ. ജുവാന മുങ്ങിയ സ്ഥിതിക്ക് ഇപ്പൊ ആരെങ്കിലും വായിക്കണ്ടേ? जो पढ़ने सुनने वाले को प्रेरित करते हैं, यह बात उस समय की है जब वे तीसरी कक्षा के छात्र थे। गणित के शिक्षक ने जाते को कुछ सवाल कर से हल करके लाने के लिए दिए। अगले दिन शिक्षक महोदय ने कक्षा के सभी छात्रों की उत्तर पूर्तिकाएं जांचने के लिए ले ली। छात्रों की उत्तर पूर्तिकाएं जांचते हुए यह देखकर आश्चर्य हुआ कि गोपाल कृष्ण के अतिरिक्त किसी भी जात ने सवाल की सही नहीं किए थे. ഓക്കെ നെക്സ്റ്റ് വായിപ്പിക്കണമെന്നുണ്ട്. സമയം കിട്ടുവോ? അതിരെ കൈപൊന്തിക്കുന്നുണ്ട്. ആരാ നെക്സ്റ്റ് വായിക്കുന്നേ? ഇത് ഇനി വായിപ്പിക്കാൻ പേര് വിളിക്കാത്ത മക്കള് വിഷമിക്കല്ലേ. അവരെന്ത് ചെയ്യണം? വീട്ടിൽ നിന്ന് നന്നായിട്ട് വായിക്കണേ. അടുത്ത ക്ലാസ് ആകുമ്പോഴേക്കും ഒരു 5 പ്രാവശ്യം വായിക്കണം. വേർഡ് മീനിങ്ങും കോപ്പി റൈറ്റിംഗും എഴുതി മിസ്സിന് അയച്ചു തരണം. ആദ്രെ വായിച്ചോ. शिक्षक महोदय കണ്ടോ ഹരി? ആദ്രെ കണ്ടോ? അടുത്ത ഗിഫ്റ്റ് കിട്ടാൻ വേണ്ടി കണ്ട തിരക്ക് കളിക്കുന്നേ? കണ്ടോ?
നിങ്ങൾ മിസ്സേ, ആരും എനിക്ക് വിട്ടുകൊടുക്കണ്ടേ? അങ്ങനെയൊന്നും ആര് സർ? എനിക്ക് അങ്ങനെയൊന്നും ഇല്ലാട്ടാ. ഏ എനിക്ക് അങ്ങനെയൊന്നും ഇല്ല, എല്ലാരും എനിക്ക് ചോദിക്കണമെന്നില്ല. അങ്ങനൊന്നും ഇല്ല അല്ലേ? വായിച്ചോ, വായിച്ചോ. सभी छात्रों को कक्षा में ध्यान पूर्वक पढ़ाई न करने और घर पर नियमित अभ्यास न करने के लिए डांडा टांडा और समझाया कि नियमित अभ्यास न करने पर सवालों के हल निकालना कठिन हो जाता है. ഓക്കെ, ജസ്റ്റസേ ബാക്കി വായിച്ചോ. സമയം കിട്ടുമോക്കല്ല, ചിലപ്പോ കട്ടായി പോവേ. എന്നാലും ബാക്കിയുള്ളവർ എല്ലാരും വായിക്കണം. മിസ്സേ എനിക്കിപ്പോ കട്ടായി പോയായിരുന്നു മിസ്സേ, അത് എവിടെ എന്ത് പറഞ്ഞുതരുമോ? അതായത് പേജ് നമ്പർ 11 രണ്ടാമത്തെ പാരഗ്രാഫ്. शिक्षक महोदय अല്ലേ? शिक्षक महोदय ने ഇപ്പൊ കട്ടാവും. शिक्षक महोदय ने सब छात्रों के सामने गोपाल कृष्ण की पीठ दबाई और उनके सही सवालों की प्रशंसा करते हुए पुरस्कार स्वरूप एक कलम भी दी. गोपाल कृष्ण कलम लेने से पहले की फूट कर रोने लगे. ഓക്കെ. അപ്പൊ ഇപ്പൊ ക്ലാസ് കഴിയാറായി, കട്ടാവാറായി. നിങ്ങൾ ഇന്നത്തെ വേർഡ് മീനിങ്ങും സമാനാർത്ഥി ശബ്ദം, മുഹാവരെ, പിന്നെ കോപ്പി റൈറ്റിംഗ് എല്ലാവരും എഴുതി അയക്കണേ. എഴുതി അയക്കാത്ത പേര് ഞാൻ മാർക്ക് ഇവിടെ ചെയ്തു വെക്കുന്നുണ്ട്. എല്ലാവരോടും കൂടിയാ പറഞ്ഞത്. എല്ലാവരും നോട്ട് എഴുതി മിസ്സിന് അയച്ചു തരണം. ഇതിനകത്ത് ഹിന്ദി എല്ലാം കുറച്ച് കടിച്ചാ പൊട്ടാത്തതാ. അയ്യോടാ, എന്തായാലും ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സിനെ വിളിച്ചു ചോദിച്ചോ. കടിച്ചാ പൊട്ടുവോ നോക്കാം. നമുക്ക് ഇല്ലെങ്കിൽ കുറച്ചു നേരം വെള്ളത്തിലിട്ട് വെക്കാം, കുറച്ച് മയം കിട്ടും കേട്ടോ. നന്നായിട്ട് കുറെ തവണ വായിക്കുമ്പോ മയം വന്നോളും. പായലിന് അവിടെ നല്ല ചൂടാന്ന് തോന്നുന്നല്ലേ? ഞങ്ങൾക്ക് ഇവിടെ നല്ല മഴ വരുന്നുണ്ട് അല്ലേ? മഴ പെയ്യാൻ വേണ്ടി വരുന്നുണ്ട്. മഴ പെയ്യാനില്ല അല്ലെ? മഴ പെയ്യാൻ ഇങ്ങനെ റെഡിയായി നിൽക്കുന്നു. സ്റ്റാർ റെഡി. എന്താ ഹെവൻ? ഇവിടെ മഴ പെയ്യുന്നു. അതെയാ, ഓക്കെ, ഭാഗ്യവാന്മാർ. മഴ പെയ്യുന്നില്ലല്ലോ, മഴ പെയ്യാൻ വേണ്ടി വരുന്നതേ ഉള്ളൂ. ഹെവൻ അവിടെ ഞങ്ങൾക്ക് അങ്ങനെ തന്നെ മഴക്കാർ ഇങ്ങനെ